നമസ്കാരം. ഞാൻ സുദർശൻ ജ്യോത്സ്യർ കവലയൂർ. നമ്മുടെ പുതിയ ഒരു ഫല വിഷയമാണെന്ന് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സുദർശനം അസ്ട്രോളജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 1200 ചിങ്ങമാസം 1 തീയതി പുലർച്ചെ 2024 ഓഗസ്റ്റ് മാസം 17 ശനിയാഴ്ച പുലർച്ചെയുള്ള, അതായത് അന്ന് പൂരാട നക്ഷത്രവും ശുക്ലദ്വാദശിയും കൂടിയ ആ ഒരു സമയമാണ്. എത്രത്തോളം നമുക്ക് അന്നത്തെ ആ സമയവും ആ ദിവസവും നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ ഓരോ രാശിക്കാർക്കും എത്രത്തോളമാണ് അതിൻ്റെ ഫലം ചെയ്യുന്നതെന്നുള്ള, നമുക്ക് എന്തൊക്കെയാണ് ഫലം കിട്ടുന്നതെന്നുള്ളത് നമുക്കൊന്ന് നിരീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ അന്നത്തെ ഉദയം എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ സൂര്യൻ ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചു. അത് ആ ചിങ്ങലഗ്നത്തിൽ തന്നെയാണ് ആ ചിങ്ങലഗ്ന ഉദയം വന്നിരിക്കുന്നു. ആ രാശിയിൽ ബുധനും ശുക്രനും നിൽക്കുന്നു. 2ാമത്തെ രാശിയിൽ കേതുവിൻ്റെ ഉദയം, 5ാമത്തെ രാശിയിൽ ചന്ദ്രൻ്റെ ഉദയം, 7ാമത്തെ രാശിയിൽ ശശമഹായോഗം ചെയ്ത് അവിടെ ശനിയുടെ സ്ഥിതി, 8ാമത്തെ രാശിയിൽ രാഹു, 10ാമത്തെ രാശിയിൽ നമുക്ക് അവിടെ ചൊവ്വയും വ്യാഴവും നിൽക്കുന്നു. ഇതാണ് അവിടുത്തെ ഗ്രഹസ്ഥിതികൾ, ആ ഉദയ സമയത്തെ ഗ്രഹസ്ഥിതികൾ. അപ്പോൾ നമുക്ക് അന്ന് ഉദിക്കുമ്പോൾ ഒരു പുതിയ വർഷം നമുക്ക് തുടങ്ങി, മലയാള വർഷത്തിൻ്റെ ഒരു പുതിയ വർഷം നമുക്ക് തുടങ്ങുന്നത് കൊണ്ട് അവിടെ എന്താണ് ഓരോ രാശിക്കാർക്ക് കിട്ടുന്ന ഫലങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമുക്കിതിപ്പോൾ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഓരോ നക്ഷത്രം നമുക്ക് എടുത്ത് പറയുമ്പോൾ അതിപ്പോൾ നീണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഓരോ രാശിക്കാർക്കും എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയാം. അതായത് മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാൽഭാഗവും വരുന്ന മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ 11 ഞാൻ അതുകൂടെ ഒന്ന് ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാം. കാരണം നമ്മൾ നേരത്തെ ശനിയുടെ മാറ്റങ്ങളും വ്യാഴൻ്റെ മാറ്റങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ശനി 11 നിൽക്കുന്നതും 2ലേക്ക് വ്യാഴം മാറിയതും കഴിഞ്ഞ മേയിൽ വ്യാഴം 2ലേക്ക് മാറിയിരിക്കുന്നുണ്ട്. അങ്ങനെ മാറുമ്പോൾ വ്യാഴം നമുക്ക് പൊതുവെ 2ാമത്തെ രാശിയിൽ അനുകൂലമാണെന്നുള്ള ഒരു ഫലമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഈ ഫലം പറയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് വിശേഷം വന്നിരിക്കുന്നത്, ഈ 2ൽ നിൽക്കുന്നത് നല്ലതാണെങ്കിലും ചാരവശാൽ വരുമ്പോൾ 2ൽ നല്ലതാണെങ്കിലും അവിടെ ശത്രുക്ഷേത്രം എന്നുള്ള ഒരു ദോഷം കൂടി ഉള്ളതുകൊണ്ട് കുറച്ചൊരു ആ നല്ല ഫലങ്ങൾ നമുക്ക് വന്നിട്ട് അത് അനുഭവവേദ്യമല്ലാത്ത രീതിയിൽ ചിലപ്പോൾ നമുക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ 2ാമത്തെ രാശിയിൽ വ്യാഴം എന്നത് 2. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 10ാമത്തെ രാശിയിലാണ്, പിന്നെ ജന്മരാശിയുടെ 2ലാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത്. ചൊവ്വ ലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ 2ാമത്തെ രാശിയിൽ വന്നിരിക്കുന്നു. അത് ദോഷമല്ല. അപ്പോൾ ധനപരമായിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് കുറച്ച് ഉണ്ടാവുകയും ധനം വന്നു ചേരുകയും, എന്നാൽ വന്നു ചേർന്നിട്ട് അതനുസരിച്ച് ചില ചിലവുകൾ ഉണ്ടാവുകയും കൂടി ചെയ്യും. നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ കിട്ടാതിരിക്കുകയോ കിട്ടിയിട്ട് നമുക്കത് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വയുടെ യോഗം 2ാമത്തെ രാശിയിൽ, അവിടെ ലഗ്നാധിപതി ഏത് ഭാവത്ത് നിന്നിരുന്നാൽ ആ ഭാവത്തെ ശുഭപ്പെടുത്തുമെന്നുള്ളതുകൊണ്ട് വാക്കും കുടുംബഞ്ച ധനം ദ്വിതീയം, കുടുംബത്തിൽ പുതിയ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകളും കുടുംബത്തിൽ പുതിയ ആഗമനങ്ങൾ വന്നു ചേരാനും ബന്ധുക്കളുടെ ആഗമനങ്ങളും അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ബന്ധുക്കളെ കൊണ്ടുവരിക. അപ്പോൾ അതിനകത്ത് 9ാം ഭാവാധിപതിയും കൂടിയായിരിക്കുന്ന വ്യാഴവും അഷ്ടമാധിപതിയും കൂടി ഇരിക്കുന്നതായ ഈ പറയുന്ന ചൊവ്വയും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് പൊതുവേ നമുക്ക് നല്ല ഫലങ്ങൾ കാണാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കണക്ക് ശത്രുക്ഷേത്രസ്ഥിതി കൊണ്ട് കുറച്ചൊരു ദോഷങ്ങൾ നമുക്കവിടെ വന്നു കിട്ടും. തൊഴിൽപരമായ നേട്ടങ്ങളെല്ലാം പൊതുവെ ദോഷമില്ലാതെ തന്നെ കടന്നു പോകും. ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങൾ നമുക്കിപ്പോൾ രാശിയിലൊന്നും പാപയോഗവും പിന്നെ ശനിയുടെ ദൃഷ്ടി ആ രാശിയിലേക്കുണ്ട്. അത് നമുക്ക് ലേശം ഒരു ചെറിയ വിഷമങ്ങൾ ശാരീരികമായിട്ടുണ്ടാകാമെങ്കിലും അത് ഗൗരവമായിട്ടുള്ള വിഷയങ്ങളൊന്നും വന്നു ചേരില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കാം. അപ്പോൾ പ്രവർത്തനങ്ങൾ വിദേശത്ത് പോകാനുള്ളവർക്ക് വിദേശത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്, നല്ല ഫലങ്ങളാണ്. പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നവർക്കും നല്ലത് ഫലങ്ങളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ വർഷം അത് പൊതുവെ നല്ല രീതിയിൽ തന്നെ പോകാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കുടുംബപരമായിരിക്കുന്ന ബന്ധങ്ങളിലും ഭാര്യാസന്താനങ്ങൾ ഈ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഭർത്തൃസന്താന വിഷയങ്ങളിലോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഇന്ന് ഈ സമയത്ത് ഉള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ 5ാമത്തെ രാശിയിലാണല്ലോ നമുക്കിപ്പോൾ ഈ സൂര്യൻ്റെ നില ആത്മസ്ഥാനത്താണ്. അപ്പോൾ സൂര്യനവിടെ മൂലക്ഷേത്ര ബലമാണ്. 20 തീയതി വരെ 20 തീയതി വരെ ഉള്ളുവെങ്കിലും നമുക്ക് അങ്ങോട്ട് ഗ്രഹങ്ങളുടെ ആ മാറ്റമല്ല അവിടെ വിഷയം. ഇവിടെ ഈ ഉദയ സമയത്ത് നമുക്ക്
ആ രാശിക്കാർക്ക് ഒരു വർഷത്തേക്കുണ്ടാകുന്ന ഫലങ്ങളെയാണ് ഇതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചാരവശാൽ ചില ഫലങ്ങൾ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിഷയം കൂടെ ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യവും നമുക്ക് എടുക്കാം. ഇപ്പം എന്തായാലും ആ മേടൻ രാശിക്കാർക്ക് 5-ലെ സൂര്യൻ നമുക്കവിടെ മോശമല്ല. 5 നിൽക്കുന്നതായിരിക്കുന്നത് നിബിഡായോഗം ചെയ്ത് നിൽക്കുന്നതായ ആ ബുധൻ്റെ യോഗവും അവിടെ നമുക്കുണ്ട്. ശനിക്ക് വക്രഗതിയാണ് ഇപ്പോൾ ഉള്ളത്. വക്രഗതി നിൽക്കുന്ന ശനി നമുക്ക് ഫലത്തിന് കുറച്ച് പറന്നോട്ട് പിടിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. പിന്നെ ശശമഹായോഗം ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നല്ലതാണ്. നല്ല ഫലങ്ങളെ അതുതരം പുതിയ മേഖലകളിലേക്ക് കയറി ചെല്ലാൻ, ഔദ്യോഗികമായിരിക്കും സ്ഥാനമാനങ്ങളും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഈ നക്ഷത്രത്തിനുണ്ട്. ബന്ധുവർഗങ്ങളിൽ നിന്നുള്ള ധനമോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുണ്ടാകുന്ന വലിയ ദോഷങ്ങൾക്കൊന്നും ഇടയില്ലെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും നിങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള പുതിയ എന്തെങ്കിലും ചില ആഗമനങ്ങളൊക്കെ, ധനാഗമങ്ങളൊക്കെ നമുക്ക് വരാനുള്ള സാധ്യത. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഫലങ്ങളൊക്കെ കിട്ടും. യോഗമുണ്ട്. പരീക്ഷയിൽ വിജയവും പുതിയ അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് കയറിപ്പോകുന്നതിനൊക്കെ നല്ലതാണ്. വീട്, വാഹനം, ഭൂമി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാനും വാങ്ങിക്കാനുമുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഒരു കൊള്ളാവുന്ന ഒരു കാലമാണ് ഇപ്പോഴത്തെ. അത് നമുക്ക് ദോഷമല്ല. അപ്പോൾ അവർക്ക് ഈ വർഷം പൊതുവേ നമുക്ക് ദോഷമല്ലാതിരിക്കാനുള്ള സാധ്യതകളെല്ലാം കാണുന്നു. ഈ വിഷയത്തിൽ നമ്മുടെ ജാതകത്തിലുള്ള ഇതുണ്ടല്ലോ, നമുക്ക് ദശാകാലവും അതുപോലെ തന്നെ അപഹാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില വ്യത്യസ്തമായ ചില ഫലങ്ങൾ ചിലപ്പോൾ അതുണ്ടാക്കാം. പക്ഷേ അതുകൂടെയൊക്കെ നമുക്ക് ഇക്കാര്യത്തിൽ അതും കൂടെ വിലയിരുത്തിക്കൊണ്ട് വേണം ഇക്കാര്യത്തിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ളത്. എന്തായാലും ചാരവശാൽ നമുക്ക് ഈ പറയുന്ന ചിങ്ങമാസത്തിൻ്റെ ഫലത്തിൽ നിങ്ങൾക്ക് വലിയ ദോഷങ്ങളൊന്നും വരേണ്ട കാര്യങ്ങളില്ല എന്നുള്ളതാണ്. 12-ൽ നിൽക്കുന്ന രാഹു, 12-ൽ രാഹുവാണ്. അത് നമുക്കതൊരു ഒരു വലിയ ദോഷമായിട്ട് നമുക്ക് പറയാൻ. പാപം വ്യയഞ്ച പതനം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ കാല് തെറ്റി വീഴാൻ, കാലിന് എന്തെങ്കിലും ചില വിഷമങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. കണ്ടത്തിന് മുകളിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ കൂടി ഇടയ്ക്ക് വരേണ്ട സാധ്യതയോ അതിന് ചികിത്സ തേടേണ്ടതായ സാധ്യതകളോ, അല്ലെങ്കിൽ ഈ മുട്ടിന് താഴോട്ടുള്ള അവയവങ്ങളിൽ എന്തെങ്കിലും സ്കിൻ ഡിസീസ് എന്തെങ്കിലും വരേണ്ട സാധ്യതയൊക്കെ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നതാണ്. ഇതാണ് നമുക്ക്. പിന്നെ ഇടത്തെ കണ്ണിന് നമുക്ക് എന്തെങ്കിലും ഇടത്തെ കണ്ണിനോ ഇടത്തെ മൂക്കിനോ ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഇടത്ത് ഭാഗങ്ങൾ വരുന്ന അവയവങ്ങൾക്ക് ചില ദോഷങ്ങൾ വരേണ്ട സാധ്യതകളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെട്ടു പോകാവുന്നതാണ് ദോഷങ്ങളത്. എന്തായാലും ഇതാണ് നമ്മുടെ ഒരു വർഷത്തെ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഫലങ്ങൾ. പിന്നെ അവിടെ നമുക്ക് 6-ൽ നിൽക്കുന്ന കേതു നമുക്കൊരു ദോഷമല്ല. പിന്നെ 9-ൽ നിൽക്കുന്ന ചന്ദ്രൻ നമുക്ക് നല്ലതാണ്. ആ ചന്ദ്രൻ്റെ ഗുണവും നമുക്ക് കിട്ടും. 9-ാം ഭാഗ്യസ്ഥാനമാണ്. ചന്ദ്രൻ 4-ാം ഭാവാധിപത്യം എടുത്ത് ഭാഗ്യസ്ഥാനത്ത് പോയിരിക്കുന്നതുകൊണ്ടാണ് അവിടെ പുതിയ നവീനമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ. പിന്നെ ചന്ദ്രൻ നവീനമായ കാര്യങ്ങളെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നവഞ്ചഭൃഗജെ എന്നുള്ളത് കൊണ്ട് ലഗ്നാധിപതിയായിരിക്കുന്ന, പിന്നെ നമ്മുടെ ലഗ്നാധിപതിയോട് കൂടി 10-ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനും കൂടി അവിടെ നിൽക്കുന്നതും 11-ഉം 2-ഉം ഭാവാധിപത്യം വഹിച്ചിരിക്കുന്ന ബുധനും അഭീഷ്ടസ്ഥാനാധിപതിയും കർമാധിപതിയുമായിരിക്കുന്ന സ്ഥിതിയൊക്കെ നമുക്ക് പക്ഷേ ഒരു പകുതി മദ്യം കഴിയുമ്പോഴത്തേക്ക് ചിലവർക്ക് തൊഴിൽപരമായിട്ട്, കാരണം ഈ പിന്നെ നമ്മുടെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം, ആ ശുക്രൻ നമുക്ക് ഈ 2-ലേക്ക് നീചത്തിലേക്ക് പോകുന്നത് കൊണ്ട് അപ്പോൾ ഒരു വർഷം മദ്യം കഴിയുമ്പോൾ ചിലർക്ക് തൊഴിൽപരമായിട്ട് ചില വിഷമങ്ങൾ ഉണ്ടാക്കിയാൽ സാധ്യതകളുണ്ടെന്നാണ് സൂചനകൾ. അപ്പോൾ ബുധൻ ഉച്ചരാശിയിലേക്ക് പോകുന്നുണ്ട്, അഭീഷ്ടസ്ഥാനത്ത് പോകുന്നുണ്ട്. ധനം സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടു വരാനുള്ള യോഗമേ നമുക്ക് കാണുന്നുള്ളൂ. കിട്ടേണ്ടതെല്ലാം കിട്ടും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രൊമോഷൻ സാധ്യതയുള്ളവർക്കെല്ലാം പ്രൊമോഷനൊക്കെ ഉണ്ടാകാൻ യോഗമുണ്ട്. എന്തായാലും വാഹനമൊന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഗൃഹമൊന്ന് വാങ്ങിക്കുക, ഭൂമി വാങ്ങിക്കുക, ഇതൊക്കെ അത് ഈ വർഷം അവർക്ക് നടക്കേണ്ട യോഗം നമ്മുടെ ഈ പറയുന്ന ചിങ്ങമാസത്തിലെ സൂര്യൻ്റെ മാറ്റം കൊണ്ട്, ചിങ്ങത്തിലേക്ക് പകരുന്നത് കൊണ്ടുണ്ടാകും മാറ്റം കൊണ്ട് നമുക്ക് അനുഭവപ്പെടേണ്ടതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾക്ക് ദൈവികമായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. നല്ലത് വരട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.